ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കടലക്കറിയാണ്. ഞാൻ കടല സോക്ക് ചെയ്ത് വെച്ചു. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് നോക്കുക. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് കടല സോക്ക് ചെയ്ത കടല കുക്കറിലിട്ട് 3-4 വിസിലടിപ്പിച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല കൂടെ തയ്യാറാക്കാം. നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും, അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതുപോലെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. അത് കൂടുതലിട്ടാലും കുഴപ്പമില്ല, എനിക്ക് തേങ്ങാക്കൊത്ത് കറിക്കകത്തിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി ഇത് നന്നായിട്ട് മസാലയൊന്ന് വരട്ടിയെടുക്കണം. മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം നമുക്കതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാവേ. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 8 തൊട്ട് ഒരു 9 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കരുത്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്ക് പീസ് ഇവിടെ വെന്ത് കഴിഞ്ഞു. അതിൽ ഒരു 90% ഞാനിത് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് 1 സവാളയും കൂടി ഇട്ടിട്ടായിരുന്നു ആ ചിക്ക് പീസ് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2 സവാളയാണ് എടുത്തത്. വഴറ്റിപ്പോൾ 1 സവാള, ഇപ്പോൾ ഇതിനകത്ത് 1 സവാള. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് ഈ മസാലയ്ക്കകത്തോട്ട് ചിക്ക് പീസ് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പിനുള്ള മസാലയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ സാറിന് വറുത്തരച്ച് കറി വെക്കുന്ന ആ ഒരു ഫ്ലേവറിൽ. അപ്പോൾ ഞാൻ ഒത്തിരി മൂപ്പിക്കുന്നില്ല. അതിലേക്ക് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ച് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉള്ളിയും ചെറിയുള്ളിയും പിന്നെ പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കേട്ടോ ഞാൻ ഇടുന്നത്. തേങ്ങയൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫാക്കി അതിന് ശേഷം ഇതിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്ത് അതിനുശേഷം നമുക്ക് ഈ മസാല ഒന്ന് തണുത്ത ശേഷം ഇത് അരച്ചെടുത്തോട്ട് വരണം. ആ സമയം കൊണ്ട് നമ്മുടെ ഇവിടെ കടല വേവുന്നുണ്ട് നന്നായിട്ട്. അത് വെന്ത് വന്നു. ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിനകത്ത് കടല അരയ്ക്കുന്നില്ല. സാധാരണ നമ്മൾ കടലക്കറി വെക്കുമ്പോൾ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കടല അരയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റുമാണ്. നമുക്കിനി കുറച്ച് എണ്ണയും കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം. ചെറിയുള്ളി ഉണ്ട്, ചെറിയുള്ളിയും കൂടി അരിഞ്ഞിടുക. അല്ലെങ്കിൽ ചെറിയ സവോള എടുത്ത് ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ടാലും മതി. 2 ചുമന്ന മുളക് കൂടി ഇട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാവേ. നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയും നമുക്കിഷ്ടമുള്ള രീതിയിൽ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ വീട്ടിൽ നല്ല പോളിംഗ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് കറി ലൈഫ്.